ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നുള്ള ഒരു തസ്തികയിലേക്ക് വേണ്ടി നടന്ന ഒരു പേപ്പറാണ്. ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്നത്, അതായത് ആ ഒരു നിലവാരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടി നടന്ന ഒരു എക്സാമാണ്. 2024 ഓഗസ്റ്റ് 5-നാണ് നടന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയൊന്ന് പറയുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് GK ക്വസ്റ്റ്യൻസ് ആണ്. സോ അതും അതേപോലെ 41 മുതൽ 50 വരെ മാത്സും 51 മുതൽ 60 വരെ ഇംഗ്ലീഷുമാണ്. അപ്പോൾ ഈ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം. കാരണം പല ഇങ്ങനെയുള്ള ടെക്നിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ ജനറൽ എക്സാമിന് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതിൽ ഈ ഒരു പാർട്ട് 1 ആണ്. ഇതിൽ നമ്മൾ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് നടന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് നോക്കാം. എ പാർട്ടാണ്, എ കോഡാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാൽ മതി, താഴോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, അവിടെ ഉണ്ടാവും. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഏത് കോഡിലാണ് ആൻസർ കീ നോക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓരോന്നായിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. എത്രത്തോളം കിട്ടുന്നുണ്ട്, സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ റോട്ട് ദ ബുക്ക് ഹിസ്റ്റോറിയ ഡ മലബാർ? ഓക്കെ, ബുക്ക് എഴുതിയിരിക്കുന്ന ഓതറെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഡിയോഗോ ഗോൺസൽവാസ് ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഇത് കുറച്ചൊരു റയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, അധികമൊന്നും മുമ്പ് ചോദിച്ചിട്ടില്ല. പക്ഷേ ഓപ്ഷൻ എയിലുള്ള ഷെയ്ഖ് സൈനുദ്ദീനും ഓപ്ഷൻ ഡിയിലുള്ള വില്യം ലോഗനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാര്യമില്ല പഠിക്കേണ്ട വ്യക്തികളിൽപ്പെട്ടതുമാണ്. പക്ഷേ ഈ ബുക്ക് കേട്ടോ, ഹിസ്റ്റോറിയ ഡ മലബാർ മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് DA എന്നുള്ളത് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, TA സ്റ്റാർട്ട് ചെയ്യുന്ന ആളുടെ പേരും D എന്നാണെന്ന് ഓർത്ത് വെച്ചാൽ ഏകദേശം അവിടെ നിന്ന് കിട്ടും മെമ്മറി എന്നുള്ളത്. ഇനി കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. അതിലൊന്നാണ് ഇത് തുഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ്റെ ബുക്കാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ നോക്കിയ ഓപ്ഷൻ എയിലുള്ള ആളാണ് ഷെയ്ഖ് സൈനുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് തുഫത്തുൽ മുജാഹിദീൻ കേട്ടോ. തുഫത്തുൽ മുജാഹിദീൻ, മുവാഹിദീനല്ലേ, അത് വേറൊരു ബുക്കുണ്ട്. അത് പിന്നെ ഒരു എക്സാം വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അത്. അപ്പോൾ തൂഫത്തുൽ മുജാഹിദീൻ എന്നുള്ള ബുക്ക് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ അറബി ഭാഷയിലുള്ള ഒരു ബുക്കാണ്. കേരളത്തിലെ പോർച്ചുഗീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ബുക്കാണ്. മുസ്ലിങ്ങളോട്, അതായത് പോർച്ചുഗീസിനെതിരെ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു ബുക്കും കൂടിയാണിത്, ഈ തൂഫത്തുൽ മുജാഹിദീൻ എന്നുള്ള ബുക്ക്. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തൂഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാണെന്നാണ് ചോദിക്കാറുള്ളത്. ഷെയ്ഖ് സൈനുദ്ദീൻ. റെഡി, അത് കിട്ടിയല്ലോ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് സ്ഥിരം ചോദിക്കുന്ന ഒരു ബുക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതായത് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ ഒരു ബുക്കാണ് ഇത്, ഹോർത്തൂസ് മലബാറിക്കസ്. അത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. ഓക്കെ, ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിട്ടുള്ളത്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ച താരാണെന്ന് ചോദിക്കാറുണ്ട്. അഡ്മിറൽ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് അഡ്മിറൽ വാൻ റീഡ്. അതേപോലെ കേരള ലാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, അത് ആ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് ഇനി ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇത് മുമ്പ് ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബുക്ക് കേട്ടോ, ആംസ്റ്റർഡാമിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. ഇനി അടുത്തത് വില്യം ലോഗൻ്റെ കേസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡിയിൽ വില്യം ലോഗൻ്റെ ബുക്കാണിത്, മലബാർ മാനുവൽ എന്നുള്ള ബുക്ക് വില്യം ലോഗൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റവല്യൂഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻ്റലക്ച്വൽ എൻലൈറ്റ്മെൻറ്റിന് കാരണമായ വിപ്ലവം, റവല്യൂഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ? ഫ്രഞ്ച്, അതേപോലെ ഇംഗ്ലണ്ട്, റഷ്യൻ, ചൈനീസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്രഞ്ചാണ് കേട്ടോ. ഫ്രഞ്ച് റവല്യൂഷൻ ആണ്, ഫ്രഞ്ച് വിപ്ലവമാണ് എന്ത് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അറിയാം ഫ്രഞ്ച് വിപ്ലവത്തെ നമ്മൾ എന്താ വിളിക്കുക, വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് വിളിക്കുക. ഫ്രഞ്ച് വിപ്ലവങ്ങളുടെ മാതാവാണ്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ എൻലൈറ്റ്മെൻറ്റിന് തുടക്കം കുറിച്ച ഒരു ഇൻ്റലക്ച്വൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഭൗതികപരമായിട്ടോ അതേപോലെ എന്താണ്
ലിറ്ററേച്ചർ പരമായിട്ടൊക്കെ ഭയങ്കര ഒരു മാറ്റം വന്ന് ഈ ഫ്രഞ്ച് റവല്യൂഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവാനന്തര യൂറോപ്പിൽ ആകമാനം എന്തില്ലാണ്ടായി? ഫ്യൂഡലിസം ഇല്ലാതായി. അത് ഓർത്തോക്കണേ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തോടെയാണ് അത് വരുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ സംഭാവന ഒരാശയമാണ് ഏത്? സ്വാതന്ത്ര്യം, സമത്വ, സാഹോദര്യം എന്നുള്ള ആശയം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നേരെ തിരിച്ചായിരിക്കും. സ്വാതന്ത്ര്യം, സമത്വ, സാഹോദര്യം എന്നുള്ള ആശയം നൽകിയ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഇതൊക്കെ ഓർത്തോക്കൊണ്ടോ? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. മധ്യവർഗത്തിൻ്റെ ഉയർച്ച, അതായത് മിഡിൽ ക്ലാസിൻ്റെ ഉയർച്ച. പിന്നെന്താ? ഫ്യൂഡലിസം ഇല്ലാതായി, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദേശീയതയുടെ ആവിർഭാവം. ദേശീയത എന്ന് വെച്ചാൽ നാഷണലിസം കേട്ടോ, ഇംഗ്ലീഷ് പറയാം നാഷണലിസം. അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ ദേശീയത എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വരുന്നതും ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അടുത്തത് ജനകീയ പരമാധികാരം. പരമാധികാരം ഇങ്ങനെ ജനങ്ങൾക്കാണെന്നുള്ള കാണിക്കുന്ന ആ ഒരു ആശയം വന്നതും ഏത് തന്നെയാണ്? ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്രൊവൈഡഡ് സോളാർ പാനൽ സബ്സ്ട്രാറ്റ്സ് ഫോർ ചന്ദ്രയാൻ 3? ചന്ദ്രയാൻ 3ന് ഈ സോളാർ പാനൽ സബ്സ്ട്രാറ്റ് പ്രൊവൈഡ് ചെയ്തത് ഏത് ഏജൻസിയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഏജൻസിയാണ്? VSSC ട്രിവാൻഡ്രം കേട്ടോ. VSSC ട്രിവാൻഡ്രമാണ് അത് പ്രൊവൈഡ് ചെയ്തത്. ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ എന്ന് പറയാം ഏകദേശം. ഇനി ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഇതൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ചന്ദ്രയാൻ 3 ആണ് ചന്ദ്രയാൻ മിഷനിലെ ലാസ്റ്റ് മിഷൻ നടന്നത്. സോ ഇത് ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്ത ഡേറ്റ് കേട്ടോ. ആ ഡേറ്റാണ് വേണ്ടത്. 14 ജൂലൈ 2023. ഓക്കെ, 14 ജൂലൈ 2023 എന്ത് ചെയ്യുന്നത്? ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത്. ഇനി ചന്ദ്രൻ്റെ ഏത് പോളിലാണ്? സൗത്ത് പോളിൽ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൗത്ത് പോളിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് മിഷൻ ഇടിച്ചിറക്കുന്നത്. ഇനി അതിൻ്റെ റോക്കറ്റിൻ്റെ നെയിമാണ് LVM-3. ഇതെല്ലാം ഫുൾ നെയിം ഇനി വേറെ ഇതുണ്ട്, അത് നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ എന്തായാലും പഠിച്ചോളൂ. ഇനി അതിൻ്റെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. അതേപോലെ റോവറിൻ്റെ പേരാണിത് പ്രഗ്യാൻ. ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ലാൻഡറിൻ്റെ പേരും അതേപോലെ റോവറിൻ്റെ പേരും. ഇനി ചന്ദ്രയാൻ 1ഉം 2ഉം ലോഞ്ച് ചെയ്തത് 2008-ലും, രണ്ടാമത്തെ ചന്ദ്രയാൻ 2 എന്നുള്ളത് 2019-ലാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇതൊന്നല്ല, ചന്ദ്രയാൻ 3 ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം മിനിമം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും അതിലോർത്തോക്കാം. ഇനി അടുത്തത് നാലാമതൊരു നല്ലൊരു ജോഗ്രഫിയിലൊരു നല്ല ക്വസ്റ്റ്യനാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അബൌട്ട് ഇൻവേർഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻവേർഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, നാലാമത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1, 2, 3 കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 1, 2, 3 കറക്റ്റാണ്. നാലാമത്താണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ആദ്യം ഈ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഞാനൊന്ന് പറഞ്ഞുതരാം. നോർമൽ കണ്ടീഷനിലില്ല, നമ്മുടെ എയറിൽ വാം എയർ താഴെ ആയിരിക്കും ഉണ്ടാവുക, സർഫസിനോട് തൊട്ടടുത്തായിരിക്കും ഉണ്ടാവുക, ചൂടുള്ള എയർ. അതിൻ്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക? കൂൾ എയർ ഉണ്ടാവുക. തണുത്ത എയർ എന്ന് പറയുന്നത്, വായു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ചൂടുള്ള വായുവിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. ഇതാണ് നോർമൽ കണ്ടീഷൻ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? ഇത് നേരെ തിരിഞ്ഞു വരും. അതിനെയാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് കൂൾ എയർ താഴേക്ക് വരും. കൂൾ എയർ താഴേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപരിതലം സർഫസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് കൂൾ എയർ വരും. അതിൻ്റെ തൊട്ട് മുകളിൽ പിന്നെ എന്ത് വരും? വാം എയർ വരും. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻവേർഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദർ ഈസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസ് ഓഫ് എലിവേഷൻ. ശരിയാ? കാരണം എന്താ? ഇൻവേർഷൻ്റെ ടൈമിൽ താഴെ കൂൾ എയർ ആയിരിക്കുമല്ലോ. അപ്പോൾ മുകളിലോട്ട് പോകുന്നവർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഇതിൽ. ഇനി ആബ്സെൻസ് ഓഫ് വിൻസ് ആൻഡ് ക്ലിയർ സ്കൈസ് ആർ ഐഡിയൽ ഫോർ ടെമ്പറേച്ചർ ഇൻവേർഷൻ. അത് വളരെ കറക്റ്റാണ്. കാരണം വിൻസും കാറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ടെമ്പറേച്ചർ ഇൻവേർഷൻ നടക്കില്ല. കാരണം വാം എയർ താഴേക്ക് വന്ന് കൂൾ എയർ എന്ത് ചെയ്യും? മുകളിലോട്ടേക്ക് പോകാൻ നോക്കും. അത് ഇങ്ങനെ പോകുന്നത് ഡെൻസിറ്റി കാരണം കേട്ടോ. ഡെൻസിറ്റി കാരണമാണ് നോർമൽ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നത്? ഡെൻസിറ്റി കാരണമാണ് വാം എയർ താഴെ വന്നിട്ട് കൂൾ എയർ എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി അതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കൂൾ ഡ്രൈ എയർ ഈസ് ഐഡിയൽ കണ്ടീഷൻ ഫോർ ടെമ്പറേച്ചർ ഇൻവേർഷൻ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കോൾഡ് ഡ്രൈ എയർ എന്താണ്? ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ ഉണ്ടാവാനുള്ള നല്ലൊരു ഐഡിയൽ കണ്ടീഷൻ കൂടിയാണ്. അപ്പോൾ ഇതൊരു നോർമലി PSC മുമ്പ് അത്രയൊന്നും ഇൻവേർഷൻ ടെമ്പറേച്ചർ ഒന്നും ചോദിച്ചാൽ കണ്ടില്ല. പക്ഷേ ഇത് എന്താണ്, ഇനി ഓർത്ത് നോക്കുക. കാരണം ഡിഗ്രി ലെവലിലൊക്കെ ഇനി എന്ത് ചെയ്യുക? ഈ ഒരു ഏരിയ എന്നെടുത്ത് ചോദിക്കുക. കാരണം സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഒരിക്കലും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുക? അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കിട്ടും നിങ്ങൾക്ക്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 5ഉം നല്ല ജോഗ്രഫിയിലെ നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ജോഗ്രഫിയിലെ ഇടയ്ക്ക് ചോദിക്കാറുന്ന
പക്ഷേ എല്ലാം കൂടി ഒരു ക്വസ്റ്റ്യനിലേക്ക് ഉൾപ്പെടുത്തിയാണ് അവർ ഇതിൽ. അപ്പോൾ ഇതിൽ മാച്ച് ചെയ്യാനാണ്, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ഫൈൻഡ് എ കറക്റ്റ് ഓപ്ഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ആൻസർ ഓപ്ഷൻ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഇതിലെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം ശരിയാണ് കേട്ടോ, ഇതിലെല്ലാം ഓപ്ഷൻ ശരിയാണ്. ഒന്ന് സെൻട്രൽ മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് നിഫെ. ഓക്കെ, ഇനി ഔട്ടർ റോക്ക് ഷെൽ ഓഫ് എർത്ത്, ഔട്ടർ റോക്ക് ഷെൽ ഓഫ് എർത്ത്, എർത്തിൻ്റെ സ്ട്രക്ചർ എന്നുള്ള ഭാഗത്ത് വരുന്നതാണ് കേട്ടോ. നിങ്ങൾ റാങ്ക് ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും, എർത്തിൻ്റെ സ്ട്രക്ചർ, ഭൂമിയുടെ ഗണന എന്ന് പറഞ്ഞിട്ട് ഒരു ജോഗ്രഫിയിൽ ഒരു ഭാഗം കാണാം. അപ്പോൾ അതിൽ വരുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ റോക്ക് ഷെൽ, എർത്തിൻ്റെ പുറത്ത്, ഭൂമിയുടെ പുറത്ത് വരുന്ന റോക്ക് ഷെല്ലിനെ പറയുന്ന പേരാണത് ലിത്തോസ്ഫിയർ. ഓക്കെ, ലിത്തോ എന്നുള്ള വാക്ക് തന്നെ ഉണ്ട്, എന്താണ്, റോക്കാണ് ലിത്തോ എന്ന് വെച്ചാൽ. അടുത്തത് ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ. ഈ ക്രസ്റ്റിൻ്റെ മാൻഡിലിൻ്റെ ഇടയിലുള്ള ആ ഒരു ഭാഗത്തിനെ പറയുന്നതാണെന്ത്, മൊഹറോവിച്ച്. ഓക്കെ, മൊഹറോവിച്ച്. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ സീമാ ലെയർ എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണെന്ത്, പൈറോസ്ഫിയർ. സീമാ ലെയറിനെ വിളിക്കുന്ന വേറൊരു പേരാണ് പൈറോസ്ഫിയർ. അപ്പോൾ ഇതിൽ നിഫയും അതേപോലെ ലിത്തോസ്ഫിയറും മോറോവിസിക്കും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. സീമാ ലെയറിൻ്റെ വേറൊരു പേര് പൈറോസ്ഫിയർ എന്നുള്ളത് അത്രത്തും കണ്ടിട്ടില്ല, മുമ്പൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് ഓൾ ഓപ്ഷൻസ് ആർ എബോവ് ആർ കറക്റ്റ് ആണ് കേട്ടോ. ഇനി ഇതിൽ ഓരോന്ന് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ നിഫെ എന്ന് പറഞ്ഞിരിക്കുന്നത്, നിഫെ എന്ന് വെച്ചാൽ നിക്കൽ പ്ലസ് അയൺ, നിക്കലും അയണും കൂടി ചേർന്ന ഒരു ഭാഗത്തിനാണ് നിഫെ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതാണ് അകക്കാമ്പ്. അകക്കാമ്പ് എന്ന് വെച്ചാൽ എന്താ, ഇന്നർ കോർ കേട്ടോ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇന്നർ കോറാണ് അകക്കാമ്പ്. അപ്പോൾ അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് എന്ത് പേര് കൂടി അറിയപ്പെടുന്നത്, നിഫെ എന്നുള്ള പേരിൽ കൂടി അത് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്ത് സെൻട്രൽ മാസ് ഓഫ് എർത്ത് എന്നുള്ളത് നിഫെ എന്നുള്ളത് ശരിയായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത നോക്ക്, ഭൂവൽക്കവും മാൻഡിലും. ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കണേ, ഭൂവൽക്കം എന്താണെന്നുള്ളത്. ഭൂവൽക്കം, അതേപോലെ മാൻഡിൽ. ഭൂവൽക്കം എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ഭൂവൽക്കം. മാൻഡിൽ, ഇതിൻ്റെ മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാവം ഈ ഭൂവൽക്കവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ഇത് ലിത്തോസ്ഫിയർ. നമ്മുടെ ഓപ്ഷനിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്ന ലിത്തോസ്ഫിയർ. ഓക്കെ, ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നു. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ. ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ ഔട്ടർ റോക്ക് ഷെല്ലാണ്, റോക്ക് ഷെൽ ഓഫ് എർത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് പരമാവധി 200 കിലോമീറ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, കനത്തിലുള്ള പാളിയാണ് ഈ ശിലാമണ്ഡലം. ഇനി അടുത്തത് ഡിസ്കണ്ടിന്യൂറ്റി പറയുകയാണെങ്കിൽ കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്കണ്ടിന്യൂറ്റി അടക്കമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നമ്മളിപ്പം ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു, നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് മൊഹറോവിസിക് മൊഹറോവിസിക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഇപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നതാണ് മൊഹറോവിസിക്കാണ്. മൊഹറോവിസിക്ക് ഏതൊക്കെ തമ്മിലുണ്ടായിരുന്നു, മൊഹറോവിസിക്ക് വിച്ഛിന്നത, ഭൂവൽക്കവും മാൻഡിലിനെയും വേർതിരിക്കുന്ന ഭാഗത്തെയാണ് എന്ത് ചെയ്യുന്നത്, മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് വിളിക്കുന്നത്. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. മാൻഡിലിനെയും അതേപോലെ കാമ്പിനെയും വേർതിരിക്കുന്നതാണ് എന്ത്, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി കോൺറാഡ് വിച്ഛിന്നത, കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ സിയാലിനെയും അതേപോലെ സീമയെയും വേർതിരിക്കുന്നതാണ് ഇത്. അപ്പോൾ അത് മൂന്നും എന്ത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 കൂടിയുണ്ട് വേറെ, റെപ്പറ്റീവും അതേപോലെ ലേമാനും. അത് പറ്റുമെങ്കിൽ നിങ്ങളതും കൂടി എന്ത് ചെയ്യുക, അതും കൂടി അവിടെ നിന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ലാസ്റ്റിൽ തന്നെ ഒരു കാര്യമാണ് പറയാം കേട്ടോ. ലാസ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കിയേ, ഇത് എഡ്വാർഡ് സൂയസ് എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സൂയസിൻ്റെ ഡിവിഷനിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്തിൽ തന്നിരിക്കുന്നത്, ഇതിൽ ഈ 4ാമത്തെ ഇതിൽ സീമാ ലെയർ എന്ന് പറയുന്നത് പൈറോസ്ഫിയർ എന്നുള്ള പേര് വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ എഡ്വാർഡ് സൂയസ് ആദ്യത്തെ ബാരിസ്ഫിയർ എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നുണ്ട്. ബാരിസ്ഫിയർ എന്ന് പറയുന്നത് നിഫയാണ്, തൽക്കാലത്തേക്ക് അത് മാത്രം ഓർത്ത് വെക്കുക. അതേപോലെ പൈറോസ്ഫിയർ എന്ന് പറയുന്നത് സീമയാണ്. അതേപോലെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, സിയാലാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഓർത്ത് വെക്കുക, കാരണം ഓൾറെഡി പൈറോസ്ഫിയർ സീമാന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മറ്റേതും ചോദിക്കാനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട്. ഇനി അടുത്തത് ദ തീം ഓഫ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ 2024, 2024 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ തീമാണ്. ഇനി ഇത് 2024 കഴിഞ്ഞതുകൊണ്ട് ഇനി അത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും ആൻസർ അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നാണ്. അപ്പോൾ ഏത് ഇയറിലാണ് നിങ്ങൾ ഈ എക്സാം എഴുതുന്നത് ആ ടൈമിലുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് വെച്ചിട്ട് പോകും. ഇനി എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ തുടങ്ങുന്നത് 1972 UN കോൺഫറൻസിലാണ്. എവിടെ വെച്ച് നടന്ന UN കോൺഫറൻസ്, സ്റ്റോക്ക്ഹോം. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ട് നടന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ കൺവെൻഷനിലാണ് എന്ത് ചെയ്യുന്നത്, കോൺഫറൻസിലാണ് ഈ ഒരു വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറഞ്ഞ ഒരു ആശയം വരുന്നത്. അങ്ങനെ 1973 മുതൽ എന്ത് ചെയ്യും,
ഫസ്റ്റ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആചരിക്കും. ഓക്കെ, അന്നത്തെ തീമായിരുന്നു ഓൺലി വൺ എർത്ത് എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം അതേപോലെ അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ ഇങ്ങനെയുള്ളൊരു ഇതാ ഓൺലി വൺ എർത്ത് ഓപ്ഷനിൽ ഇതാണ് ഫസ്റ്റ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേൻ്റെ തീമായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഈ 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ കോൺഫറൻസ് ഓർത്ത് നോക്കണേ, അതാണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ത് ചെയ്യുന്നത് രൂപീകരിക്കാൻ കാരണമായത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എയിം ഓഫ് വോക്കൽ ഫോർ ലോക്കൽ ഇനീഷ്യേറ്റീവ് ഓഫ് നീതി ആയോഗ്? ഇതും കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. കാരണം ഈ നീതി ആയോഗ് പല ഇനീഷ്യേറ്റീവും കൊണ്ടുവരും. നീതി ആയോഗ് അതേപോലെയുള്ള കുറച്ച് ഓർഗനൈസേഷൻസും അതേപോലെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് കൊണ്ടുവരുമ്പോൾ അതെന്ത് ചെയ്യണം, കറണ്ട് അഫെയറിന് നോക്കിയിട്ട് വെച്ചോണം. അപ്പോൾ ഇത് കറണ്ട് അഫെയറായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് 1ഉം 2ഉമാണ്. അതായത് ബോൾസ്റ്ററിങ് ലോക്കൽ എക്കണോമീസിനെ ഒന്ന് ഉഷാറാക്കാനും അതേപോലെ ഫോസ്റ്ററിങ് ഗ്രാസ് റൂട്ട്സ് എൻ്റർപ്രണർഷിപ്പ്, ഈ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത് നിതി ആയോഗ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നിതി ആയോഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടണം. നിതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള ആ ഫിനാൻസ് ആയിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, കിട്ടണം. അല്ലാതെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ലോക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ നിതി ആയോഗം തമ്മിൽ ഒരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ 1-2 സ്റ്റേറ്റ്മെൻറ്റ് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ആൻസർ ഇവിടെ ചെയ്യാൻ നോക്കണം. ഇനി ഇതിൽ നിതി ആയോഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന ഒരു സംവിധാനമാണിത് നിതി ആയോഗ് കേട്ടോ. ഇനി നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഉപദേശക സമിതി മാത്രമാണ് അതും സ്റ്റേറ്റ്മെൻറ്റായിട്ടും ചോദിച്ചു വരുന്നത്. നിതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത് രൂപം കൊണ്ടത് 2015 ജനുവരി 1. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിൻറ്റും റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്. ഇനി നിതി ആയോഗ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് സാത്തി. ഓക്കെ, സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ. അത് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താണ് പ്രൊജക്റ്റാണ് ഈ സാത്തി. ഒന്ന് ഓർത്ത് നോക്കണേ കേട്ടോ. അത് എന്താണ് 2020 പിന്നെ എന്ത് ചെയ്യുന്നത് 2ാം ഘട്ടം തുടങ്ങിയിട്ടുണ്ട് 2020. ഇപ്പോൾ സാത്തി നിതി ആയോഗിൻ്റെ ഒരു വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റാണെന്ന് എന്ത് ചെയ്യുക, അതൊന്ന് ഓർത്ത് നോക്കാം. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ഫസ്റ്റ് ഗ്രീൻ റവല്യൂഷൻ? അതായത് ഫസ്റ്റ് ഗ്രീൻ റവല്യൂഷൻ്റെ ബെനിഫിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴില്ല, ഇതിലെ ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോൾ ഇല്ലേ എല്ലാം ശരിയായിട്ട് ഒരേപോലെ തോന്നും, അല്ല എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഫ്ലോറിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്താ, ഹോർട്ടിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിക്കൾച്ചർ എന്ന് വെച്ചാൽ ഫ്ലവർ വ്യവസായം. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ പഴം പച്ചക്കറി. ഓക്കെ, പഴം പച്ചക്കറി ആ ഒരു വ്യവസായത്തിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിന് ബെനിഫിറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ശരിക്കും ഗ്രീൻ റവല്യൂഷൻ എന്തിലേക്ക് മാത്രം ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ധാന്യങ്ങൾ, മില്ലറ്റ്സ്, ധാന്യങ്ങൾ, ഗോതമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. അപ്പോൾ അതിൽ മാത്രമായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറിയിലൊന്നും ഈ ഗ്രീൻ റവല്യൂഷനിൽ ഒരു ഗുണം വന്നിട്ടില്ല. ഇനി ഓപ്ഷൻ ബി നോക്കുക, ഇൻക്രീസ് ഇൻ ഫുഡ് ഗ്രെയിൻ. ശരിയാ, ഗ്രീൻ റവല്യൂഷൻ വഴി ഫുഡ് ഗ്രെയിൻ വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഇൻകം ഓഫ് റൂറൽ പീപ്പിൾ വർദ്ധിച്ചിട്ടുണ്ട്. എൻകറേജ്മെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഒക്കെ ആ സമയത്ത് നടന്നിട്ടുണ്ട് ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട്. പക്ഷേ എന്ത് മാത്രം വന്നിട്ടില്ല, ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറിയിലും അതേപോലെ പൂ വ്യവസായം അങ്ങനെയുള്ളൊന്നും എന്ത് ചെയ്യില്ല ഈ ഗ്രീൻ റവല്യൂഷൻ ഒരു ചൊല്ലിട്ടിട്ടില്ല. ഒരു പോയിന്റ് കൂടി ഓർത്തോക്കെ. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പറയുകയാണെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗാണ്. ഇനി ഇന്ത്യക്കാരനെ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്, MS സ്വാമിനാഥനാണ്. ഓക്കെ, MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ മൂപ്പര് തന്നെയാണ്. മൂപ്പരുടെ ഒരു ബുക്ക് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുമ്പ്. ഓക്കെ, ബുക്ക് എന്താ, ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 2 ബുക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, വീറ്റ് റവല്യൂഷൻ ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ എന്നൊക്കെ. പക്ഷേ ഇതാണ് ഇയാളുടെ മുമ്പ് ചോദിച്ചിട്ടുള്ള ബുക്ക്, ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. അപ്പോൾ ഏകദേശം ഈ 3 ബുക്കും അങ്ങ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. വീറ്റ് റവല്യൂഷൻ എന്ന് കേട്ടാലും ഗ്രീൻ റവല്യൂഷൻ എന്ന് കേട്ടാലും വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന് കേട്ടാലൊക്കെ മനസ്സിലാവും ഇയാളെന്താണ് ഒരു ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണെന്നുള്ളത് കിട്ടിയാൽ മതി. ഇനി നോർമൻ ബോർലോഗിനെ ഒരു കാര്യം കൂടെ ഓർത്തോ കേട്ടോ. ഇയാളൊരു കൃഷി ശാസ്ത്രജ്ഞനാണല്ലോ, പക്ഷേ ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടിയത് എന്തിനാണ്, സമാധാനത്തിനാണ്. ഒരു പോയിൻ്റാണ്, ഒന്ന് ഓർത്ത് വെച്ചോ. കാരണം ഇയാൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും ഇതാണ്. അപ്പോൾ സമാധാനത്തിലുള്ള നോബൽ പ്രൈസാണ് ഈ കൃഷി ശാസ്ത്രജ്ഞനായിട്ടുള്ള നോർമൻ ബോർലോഗിന് കിട്ടിയിട്ടുള്ളത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി സെൻട്രൽ ടാക്സസ് ദാറ്റ് ആർ സബ്സ്യൂംഡ് ഇൻ GST?
GST ലയിച്ച സെൻട്രൽ ടാക്സുകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് ഫ്രം നോൺ പെട്രോളിയം പ്രോഡക്റ്റ് GST ലയിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് ടാക്സ്, ഇത് GST ലയിക്കുക, ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് അല്ല, എന്താണ്, ഇതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, പ്രത്യക്ഷ നികുതിയാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ GST ആയിട്ട് ഒരു ബന്ധമില്ല ഈ സാധനത്തിന്. ഇനി മൂന്നാമത്തെ സർവീസ് ടാക്സ് ലയിച്ചിട്ടുണ്ട്. അപ്പോൾ 1, 3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഞാൻ ഇതിന് മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ജനങ്ങളുടെ ഉപയോഗത്തിനുള്ള മദ്യം, അതേപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള ക്രൂഡ് ഓയിൽ, പെട്രോള്, ഡീസൽ, പിന്നെന്താ പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? GST നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. 101ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് GST വരുന്നത്. അതിൽ നിന്ന് ഏത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ പറഞ്ഞു കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഈ ടാക്സുകൾ, നികുതികൾ 2 ടൈപ്പ് ഉണ്ട്, നിങ്ങൾക്കറിയാം. പ്രത്യക്ഷ നികുതിയുണ്ട്, അതേപോലെ പരോക്ഷ നികുതിയുണ്ട്. ഡയറക്റ്റ് ടാക്സും അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സും. ഇനി നികുതി ചുമത്തുന്ന ആൾ നേരിട്ട് നൽകുന്നതാണ് പ്രത്യക്ഷ നികുതി. ആ പ്രത്യക്ഷ നികുതിയിൽ വരുന്നതാണ് ഏതൊക്കെ? ആദായ നികുതി, കെട്ടിട നികുതി, കോർപ്പറേറ്റ് നികുതി, വാഹന നികുതി, ഭൂനികുതി, ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെ നേരിട്ടിട്ട് ഒരു നികുതിയായിട്ട് അടക്കുന്നതാണ്. നിങ്ങൾക്കറിയാം ഭൂനികുതിയൊക്കെ എന്ത് ചെയ്യുന്നു? വില്ലേജ് ഓഫീസിൽ നിങ്ങൾ പോയിട്ട് നേരിട്ട് അടക്കമാണ് ഭൂനികുതി. അപ്പോൾ ആ രീതിയിലുള്ള നികുതിയാണ് ഇതൊക്കെ. ഇതൊക്കെ ഡയറക്റ്റ് ടാക്സുകളാണ്. ഓക്കെ, ഈ GSTയിൽ വരുന്നതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സുകളാണ് GSTയിലേക്ക് ലയിച്ചത് കേട്ടോ. ഇൻഡയറക്റ്റ് ടാക്സുകളായിട്ടുള്ള ടാക്സുകളാണ് GSTയിലേക്ക് ലയിച്ചത്. ഡയറക്റ്റ് ടാക്സ് അതേപോലെ തന്നെ മുമ്പുള്ളതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഇനി GST ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2014 ബില്ല് കൊണ്ടുവരുന്നത് 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒന്ന് ഓർത്ത് വെച്ചോ, പ്രണബ് മുഖർജി, നരേന്ദ്രമോദി. ഇനി ജൂൺ 30, 2017 ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതല്ല ഡേറ്റ് വേണ്ടത്, 2017 ജൂലൈ 1 കേട്ടോ. GST നിലവിൽ വന്ന ഡേറ്റ് 2017 ജൂലൈ 1 എന്ത് ചെയ്യുന്നത്? GST നിലവിൽ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. GSTയുടെ ആപ്തവാക്യം ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. ഇതിൽ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താ അറിയോ? അവർ ഇത് നേരെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 ടാക്സ് ആദ്യം കൊടുത്തു, 1 നാഷൻ രണ്ടാമത് കൊടുത്തു, 1 മാർക്കറ്റ് മൂന്നാമത്, അങ്ങനെയുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ത് ചെയ്യണം? ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെക്കണം. ഓക്കെ, NT ആദ്യം നാഷൻ വരും, പിന്നെന്താണ് ടാക്സ്, മാർക്കറ്റ്. ഓക്കെ, രാജ്യം ഒന്നാമത് എന്നുള്ളത് നമ്മൾ പഠിക്കാറില്ല. അപ്പോൾ 1 രാജ്യം തന്നെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? അത് അവിടെ കിട്ടും. പിന്നെ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാമപഞ്ചായത്ത്? ഇതും അധികം ഒന്നും ചോദിച്ചില്ല. നിങ്ങൾ ഗ്രാമപഞ്ചായത്തൊക്കെ പഠിക്കുന്ന ഇതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളൊന്നും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. 243B ആണ് കേട്ടോ. ആർട്ടിക്കിൾ 243B. ഇനി ഇതിൽ ഓരോന്നായിട്ട് ചെറിയ ഇമ്പോർട്ടൻസ് ഉള്ള ചിലതൊക്കെ ഉണ്ട്. ഒന്ന് 243A, നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രാമസഭയുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 243A. ഈ 243 തുടങ്ങുന്ന കുറേ എണ്ണം ഉണ്ട്, നല്ല ഇമ്പോർട്ടൻസ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. 243B നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? പഞ്ചായത്തിൻ്റെ രൂപീകരണം. 243A ഗ്രാമസഭ. 243K എന്താ? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഈ 243K പ്രകാരമാണ്. ഓക്കെ, 93 നിലവിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് തന്നെ എന്താണ്? ഈ പഞ്ചായത്തിലേക്കുള്ളൊക്കെ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളൊക്കെ ഈ 243ൻ്റെ അണ്ടറിലാണ് വരുന്നത്. 243K എന്നൊക്കെ പറഞ്ഞു. ഇനി 243I, ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പറയുന്നതാണ് 243I. കാരണം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഈ പഞ്ചായത്തിലേക്കുള്ള എന്താണ് ഇവരുടെ ഫണ്ടുകളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. അതുകൊണ്ടാണ് 243Iയിൽ വരുന്നത് ധനകാര്യ കമ്മീഷൻ. ഇനി 243P മുതൽ ZG വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? മുനിസിപ്പാലിറ്റി കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ആർട്ടിക്കിളാണ് 243P മുതൽ 243ZG വരെ. അതും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തോക്കാം. യെസ്, ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് നോക്കുക. അതായത് കണക്റ്റ് ആയിട്ടുള്ള അതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടുന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ വേറൊരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.